ചന്ദനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സൗജന്യമായോ മിതമായ നിരക്കിലോ ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സമഗ്ര മാറ്റമാണ് ലക്ഷ്യം. അടൂർ ആശുപത്രിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 15 കോടി രൂപയുടെ വികസനം നടക്കുന്നു. 2024-2025 സാമ്പത്തിക വർഷം കൊടുമൺ, ഒറ്റത്തേക്ക്, ഐക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 55 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുമുണ്ട്. പത്തനംതിട്ട മെഡിക്കൽ കോളേജ് അടക്കം വികസന പാതയിലാണ്. അടൂരിൽ ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രിക്ക് 8 കോടി രൂപയുടെ അനുമതിയായിട്ടുണ്ട്. ചന്ദനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഫാർമസിസ്റ്റിനെ കൂടി അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. അതുകൊണ്ടാണ് നമ്മൾ അടൂരാണ് ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയുഷ് ഹോസ്പിറ്റൽ. അതിൽ ഹോമിയോ ഉണ്ട്, ആയുർവേദമുണ്ട്, സിദ്ധയ്ക്ക് ഉൾപ്പെടെ അടൂര് 8 കോടി രൂപ. അത് നമ്മളിപ്പോൾ അടൂരാണ് ജില്ലയിൽ അനുവദിച്ചത്. അപ്പോൾ അത് അവിടെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ഒരു ഫാർമസിസ്റ്റിനെ കൂടി ഉടനെ തന്നെ നൽകാമെന്നുള്ളത്, കാരണം ഇവിടെ വരുമ്പോൾ മരുന്ന് കിട്ടാൻ താമസിക്കുന്നു ഇല്ലേ, അതുകൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയണം. അപ്പോൾ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളും. വളരെ നമസ്കാരം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.